ഹനീഫ് കായക്കോട് ചോദിച്ചു, നിങ്ങളൊരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? അപ്പം ഞാൻ പരപ്പനങ്ങാടി പറഞ്ഞു 100 വട്ടം തയ്യാറാണ്, 100 വട്ടം തയ്യാറാണ്. അപ്പോൾ ISMന്റെ കത്തിട്ട് വന്നു, പോരാ, നിങ്ങൾ വെല്ലുവിളിച്ചത് ആരെയാണ്? നിങ്ങൾ KJUവിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന സെക്രട്ടറി വെല്ലുവിളിച്ചത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഔദ്യോഗിക പണ്ഡിത സഭയാണ് നിങ്ങൾ വെല്ലുവിളിച്ചത്. അതുകൊണ്ട് ISM പോരാ. ഇവിടെ എന്താണ്, മറ്റേ അസൻ്റെ ആൾ വന്നിട്ട് സംവാദത്തിന് വെച്ചപ്പോൾ പിന്നെ കൊമ്പ് വളർന്നിട്ട് പിന്നെ ഇത് പോരാ, അതുകൊണ്ട് നിങ്ങൾ സമസ്തക്കാരെ കത്ത് വരികയെന്നല്ല ചോദിച്ചത് അല്ലേ? ഇവിടെ മുഖാമുഖത്തിൽ അസൻ്റെ ആൾക്കാർ വന്ന് ചോദിച്ചു സംവാദത്തിനുണ്ടോന്ന്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ സമസ്തൻ്റെ കത്തുമായിട്ട് വരികയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വെല്ലുവിളിച്ചത് ആരെയാണ്? KJUവിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ വെല്ലുവിളിച്ചത് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിത സഭയാണ്. അതുകൊണ്ട് ISMന്റെ കത്തേറ്റ് നിങ്ങൾ പിന്നെ തടി തപ്പാൻ നോക്കണ്ട. നമ്മൾ ചോദിച്ചു KJU കത്ത് തരണം. നിങ്ങൾ വെല്ലുവിളിച്ചത് ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ കത്തു തരണം. അപ്പം മൂപ്പര് പറഞ്ഞാണ് കത്ത് തരണം എന്ന് പറഞ്ഞാൽ KJU കൂടണ്ടേ? KJU കൂടിയപ്പോൾ എന്താ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ചില ആൾക്കാർ കയറുന്നറിയും, ചില ആൾക്കാർ ഇറങ്ങുന്നറിയും, ചിലർക്ക് കയറൂല ഇറങ്ങൂല എന്നറിയും. ഇനിയിപ്പോൾ കയറിയാൽ എന്താ ചെയ്യുക, അതൊക്കെ ചർച്ച ചെയ്യണമല്ലോ. അപ്പോൾ ഹനീഫ് കായക്കൂടി ഒരു പച്ച നുണ, ഈ നുണ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പൊതുവേദി പറഞ്ഞൊരു മടിയുണ്ട് കേട്ടോ. നുണക്ക് പിന്നെ നുണ എന്നല്ല എന്താ പറയുക. അദ്ദേഹം പറയാണ്, ഞാനതാ പറഞ്ഞത്, അദ്ദേഹം KJUവിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ആക്ഷേപിക്കില്ല ഞാൻ. ഒരു മഹാന്മാരായ പണ്ഡിതന്മാരിരുന്ന സദസ്സിൽ ഒരു വേദിയിൽ കസേരയിരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങുന്നത് ബേക്കൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ഇവിടെ ആർക്കും ഇരുന്നെങ്കിലും നോക്കണ്ടേ എന്നിട്ട് അദ്ദേഹം പറയാണ്, പാലക്കാട് വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ സംവാദത്തിന് കത്ത് കൊടുക്കുന്ന ചരിത്രം KJUവിനില്ല. പറയട്ടെ, കത്ത് കൊടുക്കണം, നമുക്ക് നോക്കാം. KJUവിന്റെ കത്ത് കിട്ടൂല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ വാദപ്രതിവാദത്തിന് ഒഴിഞ്ഞു മാറാൻ എന്താ വഴി? KJUവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ, KJUവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ. അതെന്തായാലും കിട്ടൂല. കാരണം ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം, മൂപ്പര് കുറെ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. മുജാഹിദുകളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിനറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന ഒരു രീതി KJUവിനില്ല. അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ? KJUവിന്റെ കത്ത് വേണമെന്ന് പറയാ. ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട്? ഇത് പ്രസംഗിക്കുന്ന ആരറിയോ? KJUവിന്റെ സെക്രട്ടറിയാണ്. കേരള ജമിയത്തുൽ ഉലമ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര സംവാദങ്ങൾ നടന്നിട്ടുണ്ട് പിടിച്ചോ. ഞങ്ങൾ കൊച്ചിയിൽ പറഞ്ഞിരുന്നു പരപ്പനങ്ങാടി സംവാദം. എന്തേ നിങ്ങളവിടെ കാമം ഉണ്ടാഞ്ഞത്? ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച ഞങ്ങളവിടെ വീണ്ടും വരുന്നുണ്ട്. KJU സംവാദത്തിന് കത്ത് കൊടുക്കലില്ലാന്നോ? ആര് പറഞ്ഞു കായക്കൊടി? ഇത് പരപ്പനങ്ങാടി സംവാദത്തിന്റെ വ്യവസ്ഥയാണ്. ഞാനിത് വിശദമായി കൊണ്ട് കൊച്ചിയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ കൊച്ചിയിൽ കാമാന്നല്ല, കേരളത്തിൽ പിന്നെ സംവാദത്തെ പറ്റി മിണ്ടാട്ടെന്നല്ല. അതുകൊണ്ട് പരപ്പനങ്ങാടി സംവാദം അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്നത് സംബന്ധിച്ച് നടന്ന കത്തിടപാടുകളും സെക്രട്ടറി പഠിച്ചോ. ഇനി ഈ പുളിക്കൽ വെച്ചുകൊണ്ട് ഇത് നമുക്കോട് പുളിക്കക്ക് മാറ്റിവെച്ചാ ഇതെന്താ അറിയെങ്കിൽ ഇത് കേരള ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിലുള്ള കത്താണ്. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ അറിയെങ്കിൽ ഞാൻ വായിച്ചു തരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി മുഴുവൻ വായിച്ചില്ല, കട്ട് വായിച്ചു തരണ്ട. വഅലാ ആലിഹി വസഹബി അജ്മഈൻ വബഅദ്. മണ്ണാർക്കാട് മേഖല മുജാഹിദ് സംഘടനാ പ്രതിനിധികൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. AP വിഭാഗം സുന്നി പണ്ഡിതന്മാരുമായി സ്ത്രീ ജുമുഅ ജമാഅത്ത് വിഷയത്തിൽ മണ്ണാർക്കാട് വെച്ച് സംവാദം നടത്തുന്നതിന് വ്യവസ്ഥ നിശ്ചയിക്കാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി കേരള ജംഇയ്യത്തുൽ ഉലമ താഴെ പറയുന്ന പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തുന്നു. ഇനി പേര് ശരിക്കും ശ്രദ്ധിക്കണോ. 1 P ഹംസ മൗലവി അഥവാ ചങ്ങലിരി. 2 ഹനീഫ് കായക്കൊടി. 3 മുഹമ്മദ് ഷാഫി ചങ്ങലിരി. ഒപ്പ് M മുഹമ്മദ് മദനി, സെക്രട്ടറി കേരള ജംഇയ്യത്തുൽ ഉലമ പുളിക്കൽ. ജംഇയ്യത്തുൽ ഉലമയുടെ സീലുണ്ട്. ഞാൻ ചോദിക്കുന്നു കായക്കൊടിയോട്,
ഈ ജമിയത്തുലമ നിങ്ങളെ ജമിയത്തുലമ തന്നെയാണോ? ഈ പുളിക്കൽ അഡ്രസ്സുള്ള ജമിയത്തുലമ ഹനീഫ് കായക്കൊടി ഇപ്പോ സെക്രട്ടറിയായ ജമിയത്തുലമയാണോ? ആ ജമിയത്തുലമയുടെ മരിച്ചുപോയ ബഹുമാനന മദനി ഗഫറല്ലാഹു ലഹു, അദ്ദേഹം ഈ ഹനീഫ് കായക്കൊടി, രണ്ടാമത് പേരെഴുതി ഹനീഫ് കായക്കൊടി, ഇനി വേറെ വല്ല ഹനീഫ് കായക്കൊടി ഉണ്ടോ നമുക്കറിയില്ല കേട്ടോ. ഈ ഹനീഫ് കായക്കൊടി നിങ്ങളാണോ? കായക്കൊടി ആണോ? നിങ്ങൾ എന്ത് നുണ ഈ പറയണത്? നിങ്ങളുടെ പേരിൽ നിങ്ങളെന്താ പറഞ്ഞു? ഇവിടെ കേരള ജമിയത്തിൽ നമ്മ കത്ത് കൊടുത്തിട്ട് ഇവിടെ സംവാദം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണത് ആരാ? KJന്റെ സെക്രട്ടറി. ആ സെക്രട്ടറിയുടെ പേര് വെച്ച് കേരള ജമിയത്തുലമ കത്ത് കൊടുത്തിട്ടുണ്ട് മണ്ണാർക്കാട് സംവാദത്തിൽ. നിങ്ങളെന്താ മറന്നുപോയോ? കത്തൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പോയി പരിശോധിച്ചോ KJന്റെ ഓഫീസിൽ. ഈ കത്ത് വ്യാജമാണ്, ഒറിജിനലാണ് ഇവിടെ നിന്ന് പറയണമെങ്കിൽ വ്യാജമാണെന്ന് തെളിയിച്ചാൽ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വേദിയിൽ നിന്ന് പരസ്യമായി 100 പ്രാവശ്യം മാപ്പ് പറയാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ സംവാദത്തിലില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. മനസ്സിലായോ? KJ കത്ത് കൊടുക്കൂല എന്ന് നുണ പറയരുത്. ഇത് KJന്റെ കത്താ. ഈ ഹനീഫ് കായക്കൊടിയാണോ? ഇയാൾ ഇന്ന് നിലവിലുള്ള KJന്റെ സെക്രട്ടറി ആണോ? ഞാൻ പറയുന്നു, അയാൾ ആണെങ്കിൽ അയാളെ സ്ഥാനത്തിന് യോഗ്യതയില്ല. ഒന്ന്, ഇയാൾ ഇതറിഞ്ഞിട്ടും മനഃപൂർവ്വം കളവ് പറഞ്ഞു. തൻ്റെ സ്വന്തം പേരിൽ, ഹനീഫ് കായക്കൊടിയുടെ സ്വന്തം പേരിൽ KJ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇയാളെ സംവാദം നടത്താൻ വേണ്ടി നിർണയിച്ചിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്. ഇത് കളവ് പറഞ്ഞു. അല്ലെങ്കിൽ അതുകൊണ്ട് അയാൾ ആ സ്ഥാനത്തിന് യോഗ്യനല്ല. രണ്ടാമത്, ഇനി അയാൾക്കത് അറിയില്ലെങ്കിൽ അയാൾ അത്ര യോഗ്യനല്ല. KJന്റെ ചരിത്രം പഠിക്കാത്ത ആളെങ്ങനെ KJന്റെ സെക്രട്ടറി ആകുക? അതുകൊണ്ട് വേഗം KJ മീറ്റിംഗ് കൂടി ഇത് തീരുമാനം ഉണ്ടാക്കണം. ഇത് മുജാഹിദുകൾ വിടൂല. നിങ്ങൾ KJ എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ഈ പിടിച്ചു വെച്ചുകൊണ്ട് ഇവിടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ അവഹേളിക്കരുത്.